കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങൾ മാധ്യമങ്ങൾ വീണ്ടും എടുത്തിട്ടുകൊണ്ട് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നതും പലതവണയായി അദ്ദേഹത്തിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ 50% യുവാക്കളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും ഉൾപ്പെടുത്തുമെന്നുള്ളത് അത് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന വിമർശനം എന്ന് പറയുന്നത് ഇത്രയും ഒരുപാട് യുവാക്കളെയും അതുപോലെ പുതുമുഖങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെറും 3 പുതുമുഖങ്ങൾ മാത്രമാണ് വിജയിച്ചു കയറാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തോൽക്കുമെന്ന് ഉറപ്പുള്ളിടങ്ങളിൽ മാത്രമാണ് യുവാക്കളെ അല്ലെങ്കിൽ കന്നി സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് എന്നൊരു വിമർശനം സതീഷിനെതിരെ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ യുവാക്കളുടെ ഒരു പ്രാതിനിധ്യം ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലേ? അല്ല, ഒരു കാലഘട്ടത്തിൽ ആലോചിച്ച് നോക്കൂ. സതീഷ് ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ കേരളത്തിലുണ്ടായിരുന്നു. അതിൻ്റെ അമരക്കാരൻ എന്ന് പറയുന്നത് വടകര എംപിയും ആദരണീയനായ ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാകാൻ പോകുന്ന യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാകാൻ പോകുന്ന ഷാഫി പറമ്പിൽ, പി.കെ. ഫിറോസ്, അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടങ്ങുന്ന അതിന്റെ താഴെ തട്ടിലോട്ട് വരുന്ന വലിയൊരു ടീമായിരുന്നു ഇത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ വലിയൊരു ഓളം ഉണ്ടായിരുന്നു. റീൽസും റിയലുമായി കളം നിറഞ്ഞിരുന്ന ഒരു പറ്റം ആൾക്കാർ. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? 3 മാസങ്ങൾക്ക് ശേഷം മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒരു പരാതികൾ വരുന്നു. പരാതികൾക്ക് ശേഷം അദ്ദേഹം ഇത്തരത്തിൽ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു. ഗോഡ് ഫാദറായി നിന്നിരുന്ന കൈപിടിച്ചുയർത്തിയിരുന്ന വി.ഡി. സതീശൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എനിക്ക് തലയ്ക്ക് മീതെ ജീവൻ ഉണ്ടെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സീറ്റ് കൊടുക്കില്ല, രാഹുൽ മാങ്കൂട്ടം അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരണമെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരുന്നു. രണ്ടാമത്തെ കാര്യം, അതായത് വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്ന എല്ലാ ഘട്ടങ്ങളിലും വിജയിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് കൃത്യമായി ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നും എങ്ങനെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും അദ്ദേഹം മാതൃകയാക്കുന്നത് CPM ആണെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കാലങ്ങളിലെ CPM ആണെന്ന് പറഞ്ഞാൽ അത് തെറ്റ് പറയാൻ കഴിയില്ല. അതിൽ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനം വരുന്നതാണ് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് വോട്ടുകൾ ചേർന്നു, അത് അവർക്ക് പൊസിഷൻസ് അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ അദ്ദേഹം വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നു. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം ക്രൈസ്തവ സഭകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മധ്യ കേരളം പിടിക്കാനായി കാത്തോലിക്ക സഭയുമായി ചേർന്ന് അമേദ്യമായ ബന്ധം സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇന്നലെ വന്ന ഈ ഇന്റർവ്യൂ നമ്മൾ കണക്കാക്കേണ്ടത് 50% യുവാക്കൾ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ സതീഷ് ബ്രിഗേഡ് തിരിച്ചു കൊണ്ടുവരാനുള്ള വി.ഡി. സതീശന്റെ ഒരു വലിയ തന്ത്രമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിലയിരുത്തലുകളും അല്ലെങ്കിൽ വിമർശനങ്ങളും ചർച്ചകളും. അല്ല, രാഹുലിനെ തള്ളി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാം ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തെയും തന്നെ മക്കളെ പോലെ വലതും ഇടതും ചേർത്ത് ഷാഫി തള്ളി പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞു വന്നത് ഷാഫിയെയും രാഹുലിനെയും വലതും ഇടതും തന്റെ മക്കളെ പോലെ കൊണ്ടുവന്ന വി.ഡി. സതീശൻ അതിനപ്പുറത്ത് നിന്നും ഒരാൾ ഇല്ലാതെയാകുമ്പോൾ, രാഹുൽ മാങ്കൂട്ടം ഇല്ലാതെയാകുമ്പോൾ അതിന്റെ വിടവ് വലുത് തന്നെയായിരിക്കും. എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും അത്രത്തോളം സ്വാധീനം രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് പാർട്ടിയിലും പൊതുജനങ്ങൾക്കിടയിലും ചെലുത്താൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിൽ യുവാക്കളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെ പാച്ചപ്പ് ചെയ്തു പോകാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു പടി മുകളിൽ നിൽക്കുന്ന യുവാക്കളെ മുന്നോട്ട് കൊണ്ടുവരാൻ തന്നെയല്ലേ വി.ഡി. സതീശൻ ശ്രമിക്കുന്നത്? ഈ ഒരു വിമർശനം അല്ല, തീർച്ചയായിട്ടും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിടവ് വലിയൊരു വിടവാണോ എന്ന് ചോദിച്ചാൽ അത് വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിടവായിരിക്കും. അല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടൻ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് ഘോരം CPM കടന്നാക്രമിക്കുക അല്ലാതെ കഴിഞ്ഞ കാലങ്ങളിൽ 1-2-3 വർഷത്തെ പ്രവർത്തനമല്ലാതെ രാഷ്ട്രീയപരമായി പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന അല്ലാതെ സർക്കാർ തരത്തിലുള്ള ഗവേണൻസോ അല്ലെങ്കിൽ MLA എന്ന തലത്തിൽ വലിയ രീതിയിലുള്ള മികച്ച പ്രകടനങ്ങളൊന്നും കാഴ്ചവെച്ച വ്യക്തിയല്ല രാഹുൽ മാങ്കൂട്ടത്തിലും. അദ്ദേഹത്തിന് ഒരു പ്രഭയുണ്ട്, അദ്ദേഹത്തിന് അസാമാന്യമായിട്ടുള്ള ചർമ്മബലമുണ്ട്. അതെല്ലാം തന്നെ അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ ഷാഫി പറമ്പിലിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഷാഫി പറമ്പിലുമായി ചേർന്ന് പുതിയൊരു ടീമിനെ സെറ്റ് ചെയ്തെടുക്കാനുള്ള, അതായത് ഇനി ഒരു 3-4 മാസക്കാലത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു യൂത്ത് ടീമിനെ വരണം. അതായത് താരതമ്യേന വി.ഡി. സതീശൻ ഒരു യങ് വൈബുള്ള ആളാണെന്നാണല്ലോ പൊതുവെ കോൺഗ്രസിലുള്ള വിലയിരുത്തൽ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ പറയുന്നത്. അപ്പം കുറച്ച് യങ് ബ്ലഡുകളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങാൻ സാധിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ തന്നെ ചർച്ചയുണ്ട്, കോൺഗ്രസിൽ കടൽക്കിഴവന്മാരുടെ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇനി യൂത്ത് വൈബാണ്, അല്ലെങ്കിൽ യൂത്താണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ പോകുക. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിട്ട് നമ്മൾ കണക്കാക്കിയ ആളാണ് ഇപ്പോൾ സ്ത്രീ പീഡന കേസുകളിൽ പെട്ട് ചട്ടിയിലായിരിക്കുന്നത്. മറ്റൊരാൾ ഷാഫി പറമ്പിലാണ്, പിന്നെ അബിൻ വർക്കിയുടെ പേര്. അപ്പോൾ ഇത്തരത്തിൽ ഒരു യങ് വൈബിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് വി.ഡി. സതീശൻ. നേരത്തെ ഹർഷ സൂചിപ്പിച്ചത് ഒരു വരികൾക്കിടയിലൂടെ വായിക്കണം. അതായത്
കന്നി അംഗത്തിന് ഇത്തരത്തിലുള്ള തോൽക്കുന്ന സീറ്റുകൾ നൽകുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള OJ ജനീഷ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം അതിൽ വ്യക്തമാക്കിയിരുന്നു. അതായത് ഇനി മുതൽ തോക്കുന്നിടത്ത് മാത്രം യൂത്ത് കോൺഗ്രസ്സുകാരെ പരിഗണിച്ചാൽ പോരാ എന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ജയിക്കുന്ന സീറ്റുകളിൽ കൂടി നൽകണം. അത് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ വിമർശനം ഉന്നയിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ടുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. പണ്ട് കാലത്ത് നമുക്കറിയാം, തോൽക്കുന്ന സീറ്റുകളിലായിരുന്നു കുറേയധികം യൂത്ത് കോൺഗ്രസ്സുകാർ അങ്ങനെയാണ് പണിയെടുത്ത് ഇപ്പോൾ ഇപ്പം മലപ്പുറം പ്രസിഡന്റ് ഉണ്ട്, VS ജോയിയെ പോലുള്ളവരൊക്കെ ഉണ്ട്. അതേപോലെ പലയിടത്തും പല നേതാക്കളും അങ്ങനെ തന്നെയാണ് വളർന്നു വന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ എന്താണ്, കൃത്യമായി ഷാഫി പറമ്പിലിൻ്റെ ഒരു റീപ്ലേസ്മെന്റ് എന്നോണം പാലക്കാട്ടേക്ക് കൊണ്ടുവന്ന് പുഷ് ചെയ്യുന്നു. അദ്ദേഹത്തിന് കൃത്യമായി അവിടെ പെനട്രേറ്റ് ചെയ്യാനത് ഇറങ്ങാൻ സാധിക്കുന്നു. പക്ഷേ മറ്റൊരു സംവിധാനത്തിൽ നോക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ജമാഅത്ത് ഇസ്ലാമിയെയും അതേപോലെ വർഗീയ ശക്തികളെയും കൂട്ടുപിടിക്കുന്നു എന്നൊരു ചോദ്യം സതീശനെതിരെ ഉയരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഏറ്റെടുക്കുന്ന വെല്ലുവിളി വളരെ വലുതാണ്. ഒരു രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ വനവാസത്തിന് പോവുക എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ അത് നാക്കുവഴിയോ അല്ലെങ്കിൽ ആവേശത്തിൻ്റെ മുകളിലോ പറയാം. ആദ്യഘട്ടത്തിൽ എങ്ങനെയാണ് വന്നത്, വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടെയാണ് പറഞ്ഞത് 101 സീറ്റുകളുമായി വന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നില്ല എങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നു. അപ്പോൾ അദ്ദേഹം കൃത്യമായി അതിനെ മുന്നിൽ കണ്ടിട്ടാണ് പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ആദ്യ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലേക്ക് വന്നില്ല എങ്കിൽ നിങ്ങളുമായി നല്ലൊരു അടിപൊളി വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. അപ്പം അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിലുള്ള കോൺഫിഡൻസ് വളരെ വലുതാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് പോകാൻ, പിന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടുകൾ പാർട്ടിക്കകത്ത് ഒറ്റപ്പെടുന്നൊരു സാഹചര്യം ഇദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ. പാർട്ടിയുടെ അതായത് ഇദ്ദേഹം ഒരു ഹരിതനാണല്ലോ, ഹരിത MLA, നിലപാടുകളുടെ രാജകുമാരൻ. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുമായിരിക്കാം. അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് ഇത് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങുക എന്ന് പറയുന്ന കാര്യം വലിയ രീതിയിൽ സംഭവിക്കാൻ അത് ഭയങ്കര പാടാണ്. ജനാധിപത്യ കൂട്ടായ്മയാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ കോൺഗ്രസ് സംവിധാനത്തിനിടയിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം നടത്തുന്ന കുറച്ച് ഓപ്പറേഷനുകളുണ്ട്. ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്തു, മുന്നണി വിപുലീകരണത്തിന് വിസമ്മതിച്ചിരുന്ന അദ്ദേഹം ഏറ്റവും അധികമായിട്ട് ഇടഞ്ഞു നിന്നിരുന്ന, നിലമ്പൂർ കാലത്ത് ഇലക്ഷൻ ഇടഞ്ഞു നിന്നിരുന്ന PV അൻവറിനെ അസോസിയേറ്റ് മെമ്പറായി UDF കൊണ്ടുവരുന്നു. അദ്ദേഹം കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. CK ജാനുവിനെ കൊണ്ടുവരുന്നു. അതിനുശേഷം എന്താണ്, ഇപ്പോൾ വീണ്ടും 50% യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു എന്താണ്, യുവാക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട്, കോൺഗ്രസിന്റെ ഒരു പുതിയ തലമുറ കൂട്ടുപിടിച്ചുകൊണ്ട് സംഘടനയെ ഹൈജാക്ക് ചെയ്യാൻ നടത്തുന്ന തീരുമാനമാണോ എന്നുള്ള സംശയമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒന്നാം നിര അല്ലെങ്കിൽ രണ്ടാം നിര മൂന്നാം നിര എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ നിര തന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്. അതിനകത്ത് യൂത്ത് കോൺഗ്രസിനകത്ത് നിന്ന് വരുന്നവരുണ്ട്. ഈ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഇത്തരത്തിൽ വന്ന ആളുകൾ തന്നെയാണ്. താഴെക്കിടയിൽ നിന്നും പണിയെടുത്തുകൊണ്ട് തന്നെ മുകളിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പം VD സതീശനും പറയുന്നത് ആ രീതിയിൽ തന്നെയാണ്. ഞങ്ങൾ കയറി വന്നത് എങ്ങനെയാണോ അതുപോലെ ഇനി പുതിയ തലമുറയെ കയറ്റി വരും, ഞങ്ങൾക്ക് കടൽ കിഴവന്മാരായി ഞങ്ങൾ മാറുമ്പോൾ ഞങ്ങൾ മാറി നിൽക്കും, ആ ഒരു രീതിയിലാണ് അദ്ദേഹം പറയപ്പെടുന്നത്. പക്ഷെ അപ്പോൾ പോലും ഇത്തരത്തിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഇനി മുഖ്യമന്ത്രി, തിരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളത് AICC തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ ഈ പറയുന്ന പത്രസമ്മേളനവും അല്ലെങ്കിൽ ഈ പറയുന്ന തീരുമാനങ്ങളും ഇദ്ദേഹം വന്നിരുന്ന് സംസാരിക്കുമ്പോൾ, ഇദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പുറത്തു വരുമ്പോൾ ഇദ്ദേഹത്തെ വിമർശിക്കുന്ന കോൺഗ്രസ്സുകാരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു മുന്നണികളിലെ ആളുകളായിക്കോട്ടെ, ഇദ്ദേഹത്തെ വിമർശിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യം, ഇദ്ദേഹത്തിന് ഇതിനുള്ള റൈറ്റ് അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി AICC തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആകുമെന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയല്ലേ ഈ ഒരു തീരുമാനങ്ങൾക്ക്? അതെ, കേരളത്തിൽ മുഖ്യമന്ത്രി ക്ലെയിമുകൾക്ക് വേണ്ടി ഒരുപാട് കുറെ അധികം ആൾക്കാർ പറയുന്നുണ്ട്, സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പൊതു ചർച്ച ചെയ്യുന്നുണ്ട്. VD സതീശന്റെ കാലം കഴിഞ്ഞു, KC വേണുഗോപാലാണ് കേരളത്തിൽ ഇനി മുന്നോട്ട് നയിക്കാൻ. VD സതീശൻ കോൺഗ്രസ്സുകാരല്ല, അദ്ദേഹത്തിന് താല്പര്യം മാത്രമാണ്. അതായത് അതെന്താണ്, KC വേണുഗോപാൽ പാർട്ടിക്കാരനാണ്, രമേശ് ചെന്നിത്തല പാർട്ടിക്കാരാണ്, സണ്ണി ജോസഫ് പാർട്ടിക്കാരനാണ്. പക്ഷേ VD സതീശൻ മാത്രം കോൺഗ്രസ്സുകാരനല്ല. VD സതീശന് വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണെന്നുള്ള വിമർശിക്കുന്നവരാണ് ഇവിടെ ചുറ്റും നടക്കുന്നത്. ആദ്യമായി ഇവർ ചെയ്യേണ്ടത് ഭരണമൊന്ന് പിടിക്കൂ. ഇപ്പോൾ 80 സീറ്റുകൾ ഈ വോട്ട് ഷെയറിന്റെ കണക്കുകൾ വെച്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. VD സതീശനെ പോലെ ഇപ്പം K സുധാകരൻ മത്സരിക്കുന്നു എന്ന് പറയുന്നു, അദ്ദേഹത്തിന് ക്ലെയിം വെക്കാം. അതേപോലെ അടൂർ പ്രകാശ് മത്സരിക്കുന്നു എന്ന് പറയുന്നു, അദ്ദേഹത്തിന് ക്ലെയിം വെക്കാം. രമേശ് ചെന്നിത്തല തീർച്ചയായിട്ടും മത്സരിക്കും, അദ്ദേഹത്തിന് എല്ലാ മാൻഡേറ്റുകളും അദ്ദേഹത്തിന് അനുകൂലമാണ്, അദ്ദേഹത്തിന് ക്ലെയിം വെക്കാം. KC വേണുഗോപാൽ
അദ്ദേഹമാണല്ലോ കോൺഗ്രസിന്റെ മുന്നോട്ട് നയിക്കുന്നത്. അദ്ദേഹം ഒന്ന് വിചാരിച്ചാൽ മതി, രാഹുൽ ഗാന്ധി ഒന്ന് വിചാരിച്ചാൽ മതി, വി ഡി സതീശൻ അദ്ദേഹത്തിന് ക്ലെയിം വെക്കാം. അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു വന്നിരുന്ന പ്രവർത്തനങ്ങൾ, അദ്ദേഹം ജയിപ്പിച്ച ഉപതെരഞ്ഞെടുപ്പുകൾ, അദ്ദേഹത്തിന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ്, അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ അല്ലെങ്കിൽ സാമുദായിക സമവാക്യങ്ങൾ, ഇതെല്ലാം കൊണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാം. ആദ്യം ഒന്നേ പറയാനുള്ളൂ, ആദ്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം നമുക്ക് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാം. എന്നിട്ട് അതിനു മുമ്പ് വേറെ സൂചനകൾ കിട്ടുന്നതിന് നമ്മൾ വീണ്ടും ചർച്ചയുമായി എത്തും.